വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, തെരഞ്ഞെടുക്കപ്പെട്ട നിന്റെ കൃപ എങ്ങനെ ചോർന്നുപോയി? തെരഞ്ഞെടുക്കപ്പെട്ട നിന്റെ ജീവിതത്തിൻ്റെ സന്തോഷം എങ്ങനെ നഷ്ടപ്പെട്ടുപോയി? തെരഞ്ഞെടുക്കപ്പെട്ട ജീവിതത്തിന് എത്രമാത്രം തകർച്ച നേരിടുന്നു? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ, ആത്മീയ വളർച്ചയെ ഒന്ന് പരിശോധിക്കുവാൻ, ആത്മീയ സന്തോഷത്തിൻ്റെ സ്ഥിതി ഒന്ന് പരിശോധിക്കുവാൻ ഈ വചന ശുശ്രൂഷ നിങ്ങൾക്ക് ഇടയാകട്ടെ. ഇന്ന് ഈ ശാലം ശുശ്രൂഷയിലൂടെ വചനം കേൾക്കുമ്പോൾ സ്വന്തം ആത്മീയ സ്ഥിതി പരിശോധിക്കുവാൻ ഈ ഒരു വചന ശുശ്രൂഷ നമ്മളെ സഹായിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് ഈ ശുശ്രൂഷയെ സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ഉള്ളിൽ ഒരു തീഷ്ണത നിറയ്ക്കണമേ. എൻ്റെ ആദ്യകാലത്തുണ്ടായിരുന്നത് പോലെ എൻ്റെ കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന ഒരു തീഷ്ണത എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ്റെ ആത്മാവെ നിറയണമേ, യേശുവിൻ്റെ ശക്തിയെ നിറയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. ഈശോയിൽ എത്ര സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് ധ്യാനിക്കാനായിട്ട് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാമത്തെ അധ്യായം 1-2 വചനങ്ങൾ നമ്മളെ ധ്യാനിക്കുവാനായിട്ട് പ്രേരിപ്പിക്കട്ടെ. കർത്താവ് എന്നോട് അരുളി ചെയ്തു, നീ ജെറുസലേമിൽ ചെന്ന് വിളിച്ചു പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഞാൻ ഓർമ്മിക്കുന്നു. മരുഭൂമിയിൽ കൃഷിയോഗ്യമല്ലാത്ത നാട്ടിൽ നീ എന്നെ അനുഗമിച്ചത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേലിൻ്റെ അവിശ്വസ്തത എന്ന എഴുതിയ ഹെഡിങ്ങിൻ്റെ അടിയിലെ ആദ്യത്തെ വചനങ്ങളാണ്. നിന്റെ യൗവനത്തിലെ വിശ്വസ്തതയും വധുവിനടുത്ത സ്നേഹവും ഓർമ്മിക്കുന്നു. ദൈവം കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന തീഷ്ണതയെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഇസ്രായേൽ ജനത്തിന്, അല്ലെങ്കിൽ യൂദയോട് ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന തീഷ്ണത യൗവനകാലത്ത് എന്ന് ഇവിടെ ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദൈവം തെരഞ്ഞെടുത്ത സമയത്തുണ്ടായിരുന്ന ആ തീഷ്ണത. ദൈവം തെരഞ്ഞെടുത്ത സമയത്ത് ദൈവം ഒരു വ്യക്തിയെ പ്രത്യേകമായിട്ട് പേര് ചൊല്ലി വിളിച്ച് ദൈവം സ്വന്തമാക്കിയ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു അഭിഷേകം, അത് നഷ്ടപ്പെട്ട് ഇന്ന് വളരെയധികം നശിച്ച അവസ്ഥയിൽ ആ വ്യക്തിയുടെ അവസ്ഥയെ കർത്താവ് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറയാണ്, യൗവനകാലത്തുണ്ടായിരുന്ന വിശ്വസ്തത. ആ കാലഘട്ടങ്ങളിൽ ദൈവം ഈജിപ്തിൽ നിന്ന് മരുഭൂമിയിലൂടെ കൊണ്ടുപോകുന്ന ആ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ജനത്തിന് ദൈവത്തെ അനുഗമിക്കുന്നതിനുണ്ടായിരുന്നൊരു തീഷ്ണതയുണ്ടായിരുന്നു. ഓരോ ദിവസവും കാണുന്ന അടയാളങ്ങളാണ്. മരുഭൂമിയിലൂടെ പോകുമ്പോൾ വെള്ളമില്ലാത്ത സ്ഥലത്ത് വെള്ളം ലഭിക്കുന്നു, അപ്പമില്ലാത്ത സമയത്ത് ആകാശത്ത് നിന്ന് അപ്പം വർഷിക്കുന്നു, കാടപ്പക്ഷികളെ കൊണ്ടുവരുന്നു, ശത്രുജനത്തെ തോൽപ്പിക്കുന്നു. മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അടയാളങ്ങളും അത്ഭുതങ്ങളും വർഷിച്ച് നയിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ, അങ്ങനെ കാനാൻ ദേശത്ത് എത്തുമ്പോൾ ആ നാളുകളിൽ ഉണ്ടായിരുന്ന ഒരു തീഷ്ണതയുണ്ടായിരുന്നു, ദൈവമായിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഈ ദൈവാനുഭവം നഷ്ടപ്പെട്ട് പാപത്തിലേക്ക് പോകുമ്പോൾ യാന്ത്രികമായിട്ടുള്ള ആത്മീയതയായിട്ട് മാറി, ഉള്ളിലെ തീ കെട്ടുപോയി, അഭിഷേകം പോയി. അതുകൊണ്ടാണ് വധുവിനടുത്ത സ്നേഹം. പ്രിയപ്പെട്ടവരെ, ഒരു സ്നേഹബന്ധമുള്ള ഒരു കുടുംബത്തിൽ ഒരു ഭാര്യ ഭർത്താക്കന്മാർ വിവാഹം കഴിച്ച ആദ്യ നാളുകളിൽ ആ വധുവിന് വരനോടുള്ള സ്നേഹമുണ്ട്.
ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. എപ്പോഴും കാണണം, എപ്പോഴും സംസാരിക്കണം, ഒരുമിച്ചിരിക്കുക, ഇതൊക്കെ ഒരു സന്തോഷകരമായ കാര്യമാണ്. ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ അത്ര സ്നേഹബന്ധത്തിൽ കഴിയുന്ന നാളുകളിൽ അവരുടെ ഓരോ വാക്കുകൾക്കും പരസ്പരം നല്ല സ്നേഹമുണ്ട്. അവരുടെ സാന്നിധ്യത്തിന് വളരെയധികം അർത്ഥമുണ്ട്. അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റവും സംസാരവും അവരുടെ നോട്ടത്തിനൊക്കെ അർത്ഥമുണ്ട്. ആ വിശ്വസ്തതയാണ് ജീവിത പങ്കാളിയോടുള്ള വിശ്വസ്തത പോലെ തന്നെ കർത്താവ് പറയാണ് വധുവിനടുത്ത സ്നേഹം, വധുവിന് വരനോടുള്ള സ്നേഹം പോലെ അത്രമാത്രം വ്യക്തിബന്ധം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ദൈവം ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക്, ദൈവം ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എങ്ങനെ മാറി? ദൈവമായിട്ടുള്ള വ്യക്തിബന്ധം എങ്ങനെ നഷ്ടപ്പെട്ടു? ഇതാണ് ദൈവം ചോദിക്കുന്നത്. ഈ രണ്ടാമത്തെ അധ്യായത്തിൽ ദൈവം ജനത്തോട് ചോദിക്കുക, നിങ്ങളുടെ ആ വധുവിനടുത്ത സ്നേഹവും വിശ്വസ്തതയൊക്കെ എങ്ങനെ നഷ്ടപ്പെട്ടു? അതിനെ നമുക്ക് വായിക്കുമ്പോൾ പിന്നീട് മനസ്സിലാകും അവരുടെ ജീവിതത്തിൻ്റെ പാപമാണ്. വീണ്ടും ബൈബിളിലെ ഒരു വളരെ ഹൃദയസ്പർശിയായിട്ട് പറയുന്ന ഒരു വചനമാണ് രണ്ടാമത്തെ അധ്യായത്തിൽ തന്നെ 2:21 വായിക്കുകയാണ്, തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിച്ചെടിയായിട്ടാണ് ഞാൻ നിന്നെ നട്ടത്, പിന്നെ എങ്ങനെ നീ ദുഷിച്ച് കാട്ടുമുന്തിരിയായി തീർന്നു? നീ തെരഞ്ഞെടുക്കപ്പെട്ട വിശിഷ്ട മുന്തിരിയായിരുന്നു, ഇപ്പോൾ എങ്ങനെ കാട്ടുമുന്തിരിയായി തീർന്നു? പ്രിയപ്പെട്ടവരെ, നമ്മളെ ഓരോരുത്തരെയും ദൈവം സ്നേഹിക്കുന്നതിൻ്റെ ആഴവും ദൈവം സ്നേഹിക്കുന്നതിൻ്റെ അടയാളവും ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ആ ഓരോ പ്രവൃത്തികളും ദൈവത്തിൻ്റെ ഇടപെടലുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ദൈവം എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, ദൈവം എത്രമാത്രം നമ്മളെ അനുഗ്രഹിച്ചിട്ടുണ്ട്, ദൈവം എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. അതുകൊണ്ടാണ് നീ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. ദൈവത്തിൻ്റെ വേദന, തിരഞ്ഞെടുക്കപ്പെട്ട നീ ഒന്നുമല്ലാത്തതായിട്ട് മാറി. തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിശിഷ്ട മുന്തിരിയായിട്ടാണ് നട്ടത്. ഇപ്പോഴത്തെ അവസ്ഥയോ ഫലം പുറപ്പെടുവിക്കാത്ത കാട്ടുമുന്തിരിയായി. നമ്മുടെ അവസ്ഥയും പരിശോധിച്ചാൽ ഇപ്രകാരം നമുക്കും വെളിപ്പെട്ട് കിട്ടും. വളരെ ദൈവം പ്രത്യേകമായിട്ട് പേര് ചൊല്ലി വിളിച്ചതാണ്. ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ദൈവത്തിൻ്റെ വാത്സല്യവാചനങ്ങളാണ്, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. പക്ഷേ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് പരിശോധിക്കണം. ഇത് ആത്മശോധനയ്ക്കുള്ള ഒരു ധ്യാന വിഷയമായിട്ട് മാറട്ടെ. ഇന്നെൻ്റെ അവസ്ഥ, ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതും ഇന്നത്തെ എൻ്റെ അവസ്ഥയും പരിശോധിക്കുക. നിനക്കെല്ലാം നൽകിയിട്ടില്ലേ? നിൻ്റെ ജീവിതത്തിൽ ദൈവം എത്രമാത്രം ഇടപെട്ടിട്ടുണ്ട്? നിൻ്റെ ആവശ്യങ്ങൾ ദൈവം ഇടപെട്ടിട്ടില്ലേ? ഇന്ന് നീ ഇത്രമാത്രം തകർന്നു പോകാനുള്ള കാരണം എന്താണ്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ മേഖലയിൽ ഉയർന്നു നിന്നിരുന്ന പലരും ഇന്ന് വളരെയധികം തകർന്നു പോയിട്ടുണ്ട്. ഒരു കാലത്ത് ശക്തമായ ശുശ്രൂഷയും വചന ശുശ്രൂഷയും അതോടൊപ്പം തന്നെ ആത്മീയ മേഖലയിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ നിന്ന് അനേകർ ഇന്ന് വീണുപോയിട്ടുണ്ട്. ആത്മീയ മേഖലയിൽ ഒരു ശക്തിയായിട്ട് നിന്ന പലരും ഇന്ന് വീണുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പലരുടെയും ജീവിതം പരിശോധിച്ചാൽ ഒരുപക്ഷെ ഒരു കോവിഡിനൊക്കെ മുമ്പ് ദേവാലയത്തിലും സന്ധ്യാപ്രാർത്ഥനയിലും ആത്മീയ ജീവിതത്തിലും അത്ഭുതകരമായ തീഷ്ണതയോടെ ചിലരൊക്കെ കാണുമ്പോൾ തന്നെ അവരുടെ പ്രാർത്ഥനാ ജീവിതം കാണുമ്പോൾ തന്നെ അവരുടെ ദേവാലയത്തിലെ അവരുടെ പങ്കാളിത്തവും അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനയും ജപമാലയും അവരുടെ ആത്മീയ ശുശ്രൂഷ ജീവിതവും ഒക്കെ കണ്ട് അത്ഭുതത്തോടുകൂടി നോക്കുന്ന അവസ്ഥയിൽ അത്രയും ആത്മീയതയാൽ ജ്വലിച്ചിരുന്ന പലരും ഇന്ന് ആത്മീയ ജീവിതം തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പലരുടെയും ആത്മീയ ജീവിതം തകർന്നു പോകാൻ കാരണം? അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് ധ്യാനിക്കാം. എന്തുകൊണ്ടാണ് ആത്മീയമായിട്ട് ഉണർന്നു നിന്ന, ആത്മീയമായിട്ട് ശക്തിപ്പെട്ടിരുന്ന, ആത്മീയ അഭിഷേകം കൊണ്ട് ജ്വലിച്ചിരുന്ന പലരും വീണുപോകാൻ കാരണം? അതിനെക്കുറിച്ച് കാരണം പറയുന്നതിന് മുമ്പ് തന്നെ ബൈബിളിലെ ഒരു സംഭവം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. ഒന്നാമതായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായമാണ്. മോശ 40 രാവും 40 പകലും ദൈവത്തിൻ്റെ അടുക്കലിരുന്ന്, സീനായി മലയിലിരുന്ന് ദൈവത്തോടൊത്ത് സംസാരിക്കുകയും ഭക്ഷണം പോലും കഴിക്കാതെ ദൈവത്തിൻ്റെ അടുക്കലിരുന്ന് കഴിഞ്ഞപ്പോൾ താഴേക്കിറങ്ങുമ്പോൾ ഈ മോശയെ നോക്കുമ്പോൾ അഹറോനും ബാക്കിയുള്ള ജനവും കാണുന്നൊരു കാര്യമാണ്, മോശയുടെ മുഖം പ്രശോഭിക്കുന്നു. മോശയുടെ മുഖത്തിനല്ല അഭിഷേകം, മോശയുടെ ഉള്ളിലുള്ള തീ അഭിഷേകമാണ്, മോശയുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്, മോശയുടെ ഉള്ളിലുള്ള ആത്മീയ ശക്തിയാണ് മോശയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത്. അതുകൊണ്ടാണ് ഈ മോശയെ കാണുമ്പോൾ അവർ ഭയപ്പെടുക. അത്രമാത്രം വിശുദ്ധിയാണ്, വിശുദ്ധി കൊണ്ട് ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. വിശുദ്ധി കൊണ്ട് എങ്ങനെയാണ് ജ്വലിക്കാൻ കാരണം? ദൈവത്തോടൊത്ത് ഇരുന്ന 40 ദിവസം വേറെ ലോകവുമായിട്ടുള്ള ബന്ധമില്ല, മറ്റു മനുഷ്യരുമായിട്ട് സംസാരിക്കുന്നില്ല, ഭൗതിക സുഖങ്ങളില്ല, ദൈവം മാത്രമായിരിക്കുന്ന അങ്ങനെ ദൈവത്തോട് അടുത്തിരുന്നിരുന്നാണ് മോശയുടെ മുഖം ശോഭിക്കുന്നത്. ദൈവത്തോട് ചേർന്നിരുന്നാണ് മോശയുടെ ജീവിതത്തിൻ്റെ ആ ആത്മീയ സന്തോഷം അല്ലെ മോശ വിശുദ്ധി പ്രാപിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നേരെ മറിച്ച് രണ്ടാമത്തെ ഒരു മേഖലയുടെ പരിശോധിക്കാം. താഴെ ഇരിക്കുന്ന ജനക്കൂട്ടത്തെ ചിന്തിക്കാം.
താഴെ ഇരിക്കുന്ന ജനം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ദൈവാനുഭവം നഷ്ടപ്പെട്ട് അവർ അഹ്റോൻ്റെ അടുക്കൽ വരുന്നുണ്ട്. അഹ്റോനോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ദൈവത്തെ ഉണ്ടാക്കിത്ത, ഞങ്ങൾ ദൈവത്തെ ആരാധിക്കട്ടെ. അവർ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അഹ്റോനെ പ്രേരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഈ സുഖഭോഗങ്ങളോടുള്ള ആസക്തിയാണ്. അതുകൊണ്ടാണ് ഈ ആരാധന കൂടി ഈ വിഗ്രഹങ്ങളെ എടുത്ത് ആരാധിച്ച് പിന്നീട് അവർ ഏറ്റവും മ്ലേച്ഛകരമായ രീതിയിൽ അവിടെ പെരുമാറുകയാണ്. ഏറ്റവും മ്ലേച്ഛകരമായ രീതിയിൽ സുഖഭോഗങ്ങളിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദൈവാനുഭവം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ ഈ അഹ്റോനെ സമീപിക്കുന്നത്. മോശ പറയുന്നുണ്ട്, സീനായ് മല ദൈവസാന്നിധ്യത്തിൽ ആ മലയ്ക്കകത്തുനിന്ന് പുക അല്ലെങ്കിൽ ആ മലയ്ക്ക് മുത്തും കത്തുന്നത് കണ്ട ജനമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങി വന്നത് കണ്ടത് അനുഭവിച്ചതാണ്. പിന്നെ എന്തുകൊണ്ട് പാപം ചെയ്തു പോയി? പാപം ചെയ്തത് പോയതിൻ്റെ കാരണം അവർ ദൈവത്തിൻ്റെ നേരെ നോക്കാതെ ഈ ലോകത്തിലേക്ക് നോക്കിയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ലോകത്തിലേക്ക് നോക്കി ഈ ലോക സന്തോഷങ്ങളെ നോക്കി ജീവിക്കുന്ന ഒരാളെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് ലോകത്തോടുള്ള മൈത്രി അല്ലെങ്കിൽ അഭിലാഷം, ആസക്തി. അതാണ് ജനത്തിൻ്റെ ഉള്ളിലേക്ക് തിന്നുകുടിച്ച് ആനന്ദിക്കാനുള്ള ദാഹം വന്നു. അതാണ് അവർ വിഗ്രഹത്തെ ആരാധിച്ച് തിന്നുകുടിച്ച് ആനന്ദിക്കുമ്പോൾ ഈ ദൈവത്തെ വേദനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ട് ഇത്രമാത്രം അധപ്പതിച്ചു? എന്തുകൊണ്ട് ഇത്രയും നശിച്ചു പോയി? ഇങ്ങനെ നശിക്കാൻ, ഇങ്ങനെ അധപ്പതിച്ച് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ ഉള്ളിലെ ദൈവാനുഭവം നഷ്ടപ്പെട്ടതാണ്. ആത്മീയ തകർച്ചയുടെ ഒന്നാമത്തെ കാരണം, പലരുടെയും ജീവിതത്തിലെ ആത്മീയ സന്തോഷങ്ങൾ നഷ്ടപ്പെടാനും ഇന്ന് ആത്മീയ മേഖലയിൽ തകർന്നു പോകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ദൈവാനുഭവം നഷ്ടപ്പെട്ടു. ദൈവാനുഭവം നഷ്ടപ്പെട്ടാൽ പ്രാർത്ഥനയ്ക്ക് അർത്ഥമില്ല. ദൈവാനുഭവം നഷ്ടപ്പെട്ടാൽ വിശുദ്ധ കുർബാനയിൽ അർത്ഥം കണ്ടെത്താൻ പറ്റുകയില്ല. ദൈവാനുഭവം കണ്ടെത്താതെ വന്നു കഴിഞ്ഞാൽ ആത്മീയ ജീവിതത്തെ നിസ്സാരമായിട്ട് കാണും. ഇതൊക്കെ വളരെ യാന്ത്രിക ഒരു ചടങ്ങായിട്ട് മാറും. ദൈവാനുഭവം നഷ്ടപ്പെട്ട പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്. ഇന്ന് പലരുടെയും പ്രാർത്ഥനാ ജീവിതവും ദേവാലയത്തിലെ പങ്കാളിത്തവും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ ഏറ്റവും തകർച്ചയുടെ വക്കിലാണ്. ദൈവാനുഭവം നഷ്ടപ്പെട്ടതാണ്. വീണ്ടും നമുക്കറിയാം, ഈ ഏലിയ ജനത്തിൻ്റെ ഇടയിലേക്ക് വരുന്ന 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ജനം ഈ ബാലിൻ്റെ അടുക്കിലേക്ക് പോവുകയും ദേവാലയത്തിൻ്റെ കല്ല് ബലിപീഠം തകർന്നു കിടക്കുകയും ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. ഈ ജനത്തെ സമീപിക്കുമ്പോൾ ഏലിയായുടെ ഏറ്റവും വലിയ വേദന, അവരുടെ ഹൃദയത്തിൽ നിന്ന് ദൈവം ഇറങ്ങിപ്പോയി. കല്ല് അവിടെയുണ്ട്, സ്ഥലം അവിടെയുണ്ട്. നമ്മുടെ പലരുടെയും ആത്മീയ ജീവിതത്തിൽ പ്രത്യേകത, പല ദേവാലയങ്ങൾ, പല ഭവനങ്ങളിലും രൂപങ്ങളും ചിത്രങ്ങളും ഒക്കെ ഉണ്ട്. പല ദേവാലയങ്ങൾക്കും കുരിശുരൂപങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ പലർക്കും ഇന്ന് ദൈവാനുഭവം നഷ്ടപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ദൈവാനുഭവം പലരുടെയും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ആത്മീയ സന്തോഷം കെട്ടുപോകുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ തീയുള്ള ഉള്ളിൽ അഭിഷേകമുള്ള ഏലിയ ബലി അർപ്പിക്കുന്നത്. ഈ ദൈവാനുഭവം ഉള്ളൊരു വ്യക്തിക്ക് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ട് അടയാളങ്ങളുണ്ടാകും. അതാണ് ഏലിയ ജനത്തിന് വേണ്ടി ബലിപീഠത്തെ ക്രമീകരിച്ച്, ബലിവസ്തു അതിൻ്റെ അടുത്ത് ക്രമീകരിച്ച് പിന്നീട് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ആ തീ അങ്ങോട്ട് ഇറങ്ങി. അതിൻ്റെ കാരണം ഉള്ളിലെ തീയാണ്. ദൈവാനുഭവം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ദൈവിക സാന്നിധ്യം നഷ്ടപ്പെടും. പ്രാർത്ഥനയിൽ അർത്ഥം കണ്ടെത്താതെ പറ്റും. ദൈവാനുഭവം ഉണ്ടെങ്കിൽ നീ ചെല്ലുന്ന പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടാകും. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ ഒന്നാമത്തെ തകർച്ചയുടെ കാരണം ദൈവാനുഭവം നഷ്ടപ്പെടുന്നതാണ്. നീ ഇന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യം പരിശോധിച്ച് നോക്കുക. ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ടോ? രണ്ടാമത്, ജീവിതത്തിൽ ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാത്തതാണ്. ഇന്ന് പലർക്കും പ്രാർത്ഥിക്കാനായിട്ട് സമയമില്ല. എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്, അല്ലെങ്കിൽ പല തിരക്കുകളാണ്. ബിസിനസ്സിന് വേണ്ടി ഓടണം, ജോലിക്ക് വേണ്ടി പോകണം, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് ഇന്ന് പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കുർബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല, ഞായറാഴ്ച പള്ളിയിൽ പോകാൻ സമയമില്ല. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കാത്തതാണ് ആത്മീയ തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതാണ് ഈ ജോബിൻ്റെ പുസ്തകത്തിൽ ജോബ് തൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പരിഹാര ബലി അർപ്പിക്കുന്നതിൻ്റെ പിന്നിലെ പ്രചോദനം എന്താണ്? അവരാഘോഷങ്ങൾ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ദൈവാനുഭവം നഷ്ടപ്പെട്ടിരിക്കുക.
അവരുടെ ആഘോഷങ്ങൾക്ക് ശേഷം അവരുടെ ഉള്ളിലുള്ള ദൈവാനുഭവം നഷ്ടപ്പെട്ടു പോയിരിക്കുക. പ്രിയപ്പെട്ടവരെ, പരിശോധിച്ച് നോക്കണം, ദൈവാനുഭവം നഷ്ടപ്പെട്ട അവസ്ഥയാണോ? ദൈവാനുഭവം നഷ്ടപ്പെടുന്നത് ദൈവത്തിന് വേണ്ടി നിൻ്റെ സമയം മാറ്റിവെക്കാതിരിക്കുമ്പോഴാണ്. നീ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്ന് എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ട്? നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വസ്ഥമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ, ദൈവത്തോട് വ്യക്തിബന്ധം സ്ഥാപിക്കാൻ എത്രമാത്രം നീ സമയം മാറ്റിവെക്കുന്നുണ്ട്? സമയം മാറ്റിവെക്കുന്നില്ലെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു ദിവസത്തിൻ്റെ ദശാംശം എന്ന് പറയുന്നത് കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലുമാണ്. അതുകൊണ്ട് ആത്മീയ ശുശ്രൂഷയിലുള്ളവർ പറയാറുണ്ട്, ഒരു ദിവസം 2 മണിക്കൂറെങ്കിലും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. 2 മണിക്കൂറെങ്കിലും സന്ധ്യാപ്രാർത്ഥന, വിശുദ്ധ ബലി, ഇതൊക്കെയായിട്ട് ബന്ധപ്പെടുത്തി 2 മണിക്കൂറെങ്കിലും ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചെങ്കിലേ നമുക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റുള്ളൂ. ദൈവത്തിന് വേണ്ടി നീ സമയം മാറ്റിവെക്കാത്തതാണ് പലരുടെയും ആത്മീയ തകർച്ചയ്ക്ക് കാരണം. പലപ്പോഴും നമുക്ക് സമയമില്ല, പ്രാർത്ഥനാ കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സമയമില്ലാത്ത അവസ്ഥ വരുന്നത് കൊണ്ട് നമുക്ക് ഉണരാൻ പറ്റും. മൂന്നാമത്തത്, ഈ പാപത്തിൽ തന്നെ തുടരുന്നത്. മനുഷ്യർ ബലഹീനരാണ്, പാപം ചെയ്യും, പാപാവസ്ഥയിലൂടെ കടന്നു പോകും. പക്ഷേ പാപത്തിൽ തന്നെ തുടരും. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പാപം ആവർത്തിക്കരുത്, പാപിയുമായി സഹവസിക്കുകയും പാപത്തിൽ മുഴുകുകയും ചെയ്യുന്നവർക്ക് അവരോട് സഹതാപം ഉണ്ടാവുകയില്ല, സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന്. ഇങ്ങനെ അനേകം വചനങ്ങളുണ്ട്. പലപ്പോഴും വീണു പോകുന്ന മേഖലകളുണ്ട്. വീണുപോയ ഒരാൾ എഴുന്നേറ്റ് ദൈവത്തിൽ തിരിച്ചു വരിക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ, പാപം ആവർത്തിക്കുമ്പോൾ, പാപത്തിൽ തന്നെ വീണ്ടും വീണ്ടും അതേ പാപം തന്നെ ചെയ്ത പാപം വീണ്ടും ആവർത്തിക്കുമ്പോഴും പാപ സാഹചര്യങ്ങളിൽ തന്നെ തുടരുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലെ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം, ആത്മീയ സന്തോഷം കെടാൻ തുടങ്ങും. പിന്നീട് പലരും തന്നെ, ചിലർക്ക് ഏറ്റവും വലിയ ഒരു പഠിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിതകാലത്ത് നാട്ടിൽ അല്ലെങ്കിൽ വീട്ടിലിരുന്ന സമയത്തൊക്കെ പള്ളിയും പ്രാർത്ഥനയൊക്കെ വലിയ സന്തോഷമായിരുന്നു. പിന്നീട് പഠിക്കാനായിട്ട് ഏതെങ്കിലും നാട്ടിലേക്ക് പോയി, കുർബാനയില്ല, സന്ധ്യാപ്രാർത്ഥനയില്ല, എല്ലാം തീർന്നു കഴിയുമ്പോഴെന്താ, പിന്നീട് തിരിച്ചു വരുമ്പോൾ ദേവാലയത്തിലേക്ക് പോകാനായിട്ട് താല്പര്യമില്ല. ആത്മീയ ജീവിതം ഏറ്റവും അപകടം. പ്രാർത്ഥനയെന്ന് കേൾക്കുന്നത് തന്നെ അസ്വസ്ഥതയാണ്. അങ്ങനെയുള്ള ആളുകളുണ്ട്. ഈ പ്രാർത്ഥനയെന്ന് പറയുന്നത് കേൾക്കുന്നത് തന്നെ അസ്വസ്ഥതയോടുകൂടി കാണുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പാപം ചെയ്ത് പാപത്തിൽ തന്നെ മുഴുകുക, പാപം ചെയ്ത് പാപത്തിൽ തന്നെ ജീവിക്കുക, പാപം ചെയ്ത് പാപവഴികളിലൂടെ നടക്കുക. പഴയ നിയമത്തിലെ സാവൂളിൻ്റെ പ്രത്യേകത, സാവൂളിനെ പലപ്പോഴും ദുരാത്മാവ് പീഡിപ്പിക്കുമായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സാവൂളിന് ഒരിക്കലും മനസ്താപമില്ലായിരുന്നു. ചെയ്ത പാപത്തെക്കുറിച്ച് മനസ്താപമില്ലാതെ വീണ്ടും ജീവിക്കുന്നത് കൊണ്ട് അവനെ പിശാച് പലപ്പോഴും അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പാപം പലപ്പോഴായി തുടരുമ്പോൾ ദൈവ സാന്നിധ്യം നഷ്ടപ്പെടും. സ്നേഹമുള്ളവരെ, ആത്മീയ തകർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്വന്തം പാപത്തെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കുറവുകളെ കൂട്ടുപിടിക്കുക. സ്വന്തം പാപത്തെ ന്യായീകരിക്കാൻ, സ്വന്തം തകർച്ചയെ ന്യായീകരിക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ കുറവുകളെ ചേർത്ത് പിടിക്കുക. ഇന്ന് അനേക വൈദികർ നശിച്ചു പോകുന്നു, സമർപ്പിതർ പോകുന്നു, സഭയിൽ പ്രശ്നങ്ങളുണ്ട്, കുടുംബങ്ങളിൽ പ്രശ്നമുണ്ട്, അവരെല്ലാം വീട്ടിലെ മാതാപിതാക്കളൊന്നും പ്രാർത്ഥിക്കുന്നില്ല. ഇങ്ങനെ കണ്ടുപിടിക്കാവുന്ന അനേകം കുറവുകളുണ്ട്. ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ കണ്ടുപിടിക്കാവുന്ന അനേകം വീഴ്ചകൾ സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. എന്നാൽ ഈ വീഴ്ചകളെ ഗൗരവത്തോടു കൂടി കണ്ട് സ്വന്തം കുറവുകളെ ഒരിക്കലും ഗൗരവമായിട്ട് കാണാത്ത അവസ്ഥയുണ്ട്. പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല മറ്റുള്ളവരുടെ കുറവുകൾ. ഇന്ന് സഭയിലെ വീഴ്ചകളോ അല്ലെങ്കിൽ വൈദികരുടെയോ സമർപ്പിതരുടെയോ അല്ലെങ്കിൽ ശുശ്രൂഷാ മേഖലയിലുള്ളവരുടെയോ വചനപ്രഘോഷകരുടെ വീഴ്ചകളെ നിന്റെ നാശത്തിന് ഉള്ള വഴിയായിട്ട് നീ കാണരുത്. മറ്റുള്ളവരുടെ വീഴ്ചകളെ എൻ്റെ നാശത്തിനുള്ള വഴിയായിട്ട് നീ കണ്ട് അതിനെ കൂട്ടുപിടിച്ച് നശിക്കാനായിട്ട് നീ ശ്രമിക്കുന്നത് നിൻ്റെ ആത്മീയ തകർച്ചയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ഇന്ന് പലരുടെയും ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം പാപത്തെ കൂട്ടുപിടിക്കുന്നത് കൊണ്ടാണ്. മറ്റുള്ളവരുടെ വീഴ്ചകളെ കൂട്ടുപിടിക്കുന്നത് ആത്മനാശത്തിന് പ്രധാനപ്പെട്ട കാരണമാണ്. നീ ഇന്ന് മറ്റുള്ളവരുടെ വീഴ്ചകളെ കൂട്ടുപിടിക്കുന്നൊരു വ്യക്തിയാണോ? അങ്ങനെ സഭയുടെ വീഴ്ചയെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ആത്മീയ മേഖലയിലുള്ള മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടുപിടിച്ച് പാപത്തിലേക്ക് പോകുന്നത് നിൻ്റെ ആത്മീയ ജീവിതം വളരെയധികം തകർന്നു പോകും, ദൈവാനുഭവം നഷ്ടപ്പെടുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അടുത്തൊരു കാരണമാണ് ആത്മരക്ഷയെ നിസ്സാരമായി കണ്ട് ഈ ഭൗതിക രക്ഷയ്ക്ക് അമിതമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത്.
അഞ്ചാമത്തെ ഒരു കാരണമാണ്. ഇന്ന് മനുഷ്യർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? ഇന്ന് പ്രാർത്ഥനകൾക്കെല്ലാം ഒരു ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ ഒരു പരീക്ഷ പാസ്സാകാൻ വേണ്ടി, വിദേശത്ത് പോകാൻ, ആ ഒരു ഭൗതികമായ ആഗ്രഹങ്ങളെ അമിതമായിട്ട് ആശ്രയിക്കുന്ന ഒരു കാലഘട്ടമാണ്. എല്ലാ പ്രാർത്ഥനകളുടെയും ഒരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഭൗതികമായ കാര്യമാണ്. അതിന് അമിതമായി പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഫലം എന്താണ്? അതുകൊണ്ട് തന്നെ ഈ ആത്മീയ വളർച്ചയില്ല. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഒരു ധ്യാനമൊക്കെ കൂടുമ്പോൾ, ഒരു ധ്യാനം കഴിയുമ്പോൾ ഒരു ആത്മീയ സന്തോഷം ഉണ്ടായിരുന്നു. അവർ ആ ധ്യാനത്തിന് തന്നെ വരുന്ന പരിശുദ്ധാത്മാവുകൊണ്ട് നിറയാൻ വേണ്ടിയായിരുന്നു, ഒരു പുതിയ വ്യക്തിയാകാൻ വേണ്ടിയാണ്, മാനസാന്തരത്തിന് വേണ്ടിയായിരുന്നു. ആ തലമെന്ന് മാറി ഇന്ന് എല്ലാവരുടെ ഉള്ളിലേക്ക് ഈ ഭൗതികമായ രക്ഷ, ജോലി, വിദേശം, അതിനെ മാത്രം ഗൗരവമായിട്ട്, അത് ചെയ്യുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്, അതിനെ മാത്രം കാണുന്ന ഒരു തെറ്റാണ്. എനിക്ക് ജോലി മാത്രം കിട്ടാൻ മതി പ്രാർത്ഥന, എനിക്ക് വിദേശത്ത് പോകാൻ വേണ്ടി മാത്രം പ്രാർത്ഥന. ഈ ഭൗതികമായ കാര്യങ്ങളെ അമിതമായിട്ട് ആശ്രയിച്ചുകൊണ്ട് ഭൗതിക രക്ഷയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിച്ചു കഴിയുമ്പോൾ നിനക്ക് ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഈ ഒരു ആത്മീയ സന്തോഷം തന്നെ പലരുടെയും തീർന്നു പോകാനുള്ള കാരണം. ഉള്ളിലെ കൃപയെല്ലാം ചോർന്നു കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഭൗതികമായ കാര്യങ്ങളെ, ഭൗതികമായ സന്തോഷങ്ങളെ അമിതമായിട്ട് ആശ്രയിച്ച് ജീവിക്കുന്ന ആ ജീവിതത്തിൽ ആത്മീയ ശക്തി നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളെ അമിതമായിട്ട് ആശ്രയിച്ച് ഭൗതിക സന്തോഷത്തിന് വില കൊടുക്കാതിരിക്കാനായിട്ട് പരിശ്രമിക്കുക. അങ്ങനെ ആ ഒരു മേഖല വന്നു കഴിയുമ്പോൾ തന്നെ ആത്മീയ തകർച്ച. അതോടൊപ്പം തന്നെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്, അടുത്തൊരു പ്രധാനപ്പെട്ട ഈ അനുതാപം നഷ്ടപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ അനുതാപത്തിൻ്റെ ആ കൃപയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഒരു പാപം ചെയ്താൽ കരയാൻ പറ്റുന്നില്ല, പാപം ചെയ്താൽ അനുതപിക്കുന്നില്ല, പാപം ചെയ്താൽ കണ്ണുനീരോടെ കുമ്പസാരക്കൊട്ടി പറയുന്ന ആ ഒരു അഭിഷേകം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. പാപം ചെയ്താൽ കണ്ണുനീരോടെ അനുതാപം, ദാവീദിൻ്റെ കണ്ണുനീര് പോലെ, പത്രോസിൻ്റെ കണ്ണുനീര് പോലെ, അല്ലെങ്കിൽ വലതുവശത്തുള്ള കണ്ണുനീര് പോലെ ഇന്ന് ഒരു പാപം ചെയ്തു കഴിയുമ്പോൾ ആ അനുതാപ കണ്ണുനീര് തീർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഇതിലൊരു മേഖല നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ ഈ യാന്ത്രികമായിട്ടുള്ള കുമ്പസാരമുണ്ട്, എന്തോ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതൊക്കെ, അങ്ങനെ ഒരു മേഖലയിലുള്ള കുമ്പസാരം ഒരിക്കലും ഒരു വ്യക്തിക്കൊരു ജീവൻ കൊടുക്കില്ല. ഒരു കുമ്പസാരം ഒരു വ്യക്തിയെ അയാളുടെ നഷ്ടപ്പെട്ട അഭിഷേകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് അത്രമാത്രം അനുതാപത്തോടെ കുമ്പസാരിച്ച് തിരിച്ചു വരുമ്പോഴാണ്. അനുതാപത്തോടെ കുമ്പസാരിക്കുന്നവർക്ക് ജീവിതത്തിൽ തിരിച്ചു വരാൻ പറ്റും. അനുതാപമില്ലാത്ത യാന്ത്രിക കുമ്പസാരത്തിന് ഒരിക്കലും ഒരു വ്യക്തിയുടെ ആത്മീയ വളർച്ചയ്ക്ക് കാരണമായിട്ട് തീരുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മീയ വളർച്ച ലഭിക്കണമെങ്കിൽ ദൈവത്തോടുള്ള ദാഹം നമുക്കൊരു കുമ്പസാരം വഴിയായിട്ട് കിട്ടണം. ഞാൻ പറഞ്ഞ ഈ പ്രധാനപ്പെട്ട ഒന്ന്, ദൈവാനുഭവം നഷ്ടപ്പെടുന്നത്, ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ പറ്റാതെ പറ്റുന്നത്, ദൈവസാന്നിധ്യം നഷ്ടപ്പെടുന്നത്. ആ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ട അവസ്ഥ ആത്മീയ സന്തോഷം കെടുത്തും. രണ്ടാമത്, ദൈവത്തിന് വേണ്ടി നീ സമയം മാറ്റിവെക്കാത്തത്. എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് സമയം മനുഷ്യർ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മുടെ വിനോദങ്ങൾക്ക് വേണ്ടിയും, നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടിയും, നമ്മുടെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ സമയം ചെലവഴിക്കുന്നുണ്ട്. എന്നാൽ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി എത്രമാത്രം സമയം ചെലവഴിക്കുന്നുണ്ടെന്ന് പരിശോധിക്കുക. പാപം ചെയ്തിട്ട് പാപത്തിൽ തന്നെ തുടരുന്നത്, പാപം ചെയ്ത് നമ്മളൊരു മനോഭാവം, പണ്ടത്തെ ഒരു ദൂരമാണ്, ഒരു മാസത്തിൽ ഒന്നെങ്കിലും കുമ്പസാരിക്കണം, അല്ലെങ്കിൽ 40 ദിവസം കൂടുമ്പോൾ കുമ്പസാരം. അതല്ല, പാപം ചെയ്തിട്ട് ഈ പാപത്തിൽ തന്നെ തുടരുന്നത് ആത്മീയ തകർച്ചയ്ക്ക് കാരണമായിട്ട് തീരും. പലരും ഇങ്ങനെ പാപം ചെയ്തിട്ട് അതേ പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ആത്മീയമായിട്ട് വളരാൻ പറ്റിയില്ല, പാപത്തിൽ തന്നെ തുടരുന്നത്. ഇനി പാപം ചെയ്യാനായിട്ട് പലരെയും കൂട്ടുപിടിക്കുന്നത്, പലരുടെ കുറവുകൾ, സഭയുടെ കുറവുകൾ, മറ്റുള്ളവരുടെ കുറവുകൾ, വൈദികരുടെ കുറവുകൾ, പലരും വീണില്ലേ, ആ പ്രാർത്ഥന സഭയിൽ ഒത്തിരിയധികം ആത്മീയ തകർച്ചയില്ലേ, ഇന്ന് പലരും വിശ്വാസത്തിൽ നിന്നൊക്കെ മാറിയില്ലേ, അത് നിൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സമായിട്ടുള്ള കാരണമായിട്ട് നീ കണ്ടുപിടിക്കരുത്. അത് കൂട്ടുപിടിച്ച് പാപത്തെ തുടർന്നു കൊണ്ടുപോകാനായിട്ട് ദൈവം നിന്നെ അനുവദിക്കുന്നില്ല. അങ്ങനെ മറ്റുള്ളവരുടെ കുറവുകളെ കണ്ട് മുന്നോട്ട് പോവുക. അല്ലെങ്കിൽ അടുത്തത്, ആത്മരക്ഷയെ നിസ്സാരമായിട്ട് കണ്ട് ഭൗതികമായ രക്ഷയ്ക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുക, ഭൗതിക രക്ഷയ്ക്ക് അത്രമാത്രം വില കൊടുക്കുക, ഭൗതിക സുഖങ്ങൾക്ക് വില കൊടുത്ത് ജീവിക്കുക. ഇത് ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായിട്ട്. അവസാനമായിട്ട്, അനുതാപമില്ലാത്ത യാന്ത്രികമായിട്ടുള്ള കുമ്പസാരം പലപ്പോഴും ആത്മീയ തകർച്ചയ്ക്ക് കാരണമായിട്ട് തീരും. ഒന്ന് ആത്മശോധന ചെയ്തേ, ഇന്ന് എൻ്റെ ആത്മീയ സ്ഥിതി എന്താണ്? കഴിഞ്ഞ നാളുകളിൽ ഉണ്ടായിരുന്ന തീഷ്ണതയുണ്ടോ? വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, നിനക്ക് ആദ്യമുണ്ടായിരുന്ന ആ സ്നേഹം കൈവെടിഞ്ഞു,
അതിനാൽ അനുദപിച്ച് വീണ്ടും തിരിച്ചു വരിക. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ യോഹന്നാൻ ശ്ലീഹ വെളിപാടിൻ്റെ പുസ്തകത്തിൽ എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ പറയുന്നത് ആദ്യകാലങ്ങളിൽ വചനം കേൾക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒരു തീഷ്ണതയുണ്ടായിരുന്നു, ദൈവത്തിന് വേണ്ടി ഒരു ദാഹം ഉണ്ടായിരുന്നു. കാലക്രമത്തിൽ സഭ സമ്പന്നമായപ്പോൾ ആദ്യമുണ്ടായിരുന്ന സ്നേഹമൊക്കെ കൈവെടിഞ്ഞു. അതിനാൽ പറയുന്നത് അനുദപിച്ച് തിരിച്ചു വരിക. നമ്മുടെ ജീവിതത്തിലും ഇതേ ഒരു തിരിച്ചുവരവ് ഉണ്ടാകട്ടെ. അനുദപിച്ച് തിരിച്ചു വരാനും ഒരു പുതിയ തീഷ്ണതയെ ജ്വലിക്കുവാനും കർത്താവിന് വേണ്ടി ജീവിക്കുവാനുള്ള ഒരു അഭിഷേകത്തി നമ്മുടെ ഉള്ളിൽ ദൈവം നിക്ഷേപിക്കട്ടെ. ഈ വചന ശുശ്രൂഷയിൽ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആത്മാവെ എൻ്റെ ഉള്ളിൽ അഭിഷേകം നിറയ്ക്കണമേ. കർത്താവിൻ്റെ ആത്മാവെ ഒരു തീയായിട്ട് എന്നെ മാറ്റണമേ. ആത്മീയ സന്തോഷം കണ്ട് ജ്വലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഒരു നിമിഷം ഈ ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ജ്വലിക്കട്ടെ. കർത്താവിൻ്റെ ആത്മാവ് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹാലലുയ, ഹാലലുയ. യേശുവിൻ്റെ ആത്മാവെ നിറയണമേ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. യേശുവെ ആരാധന, ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.